അസ്സലാമലൈക്കും. ഷെജീർ പഴയന്നൂരാണ്. ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലെ കുഴിമണ്ണ പഞ്ചായത്തിലെ 8ാം വാർഡിലെ പുറ്റമണ്ണ എന്ന സ്ഥലത്ത് കൈജാത്താന്റെ വീട്ടിലാണ്. ശരിക്കും ഇതാണ് കൈജാത്താന്റെ മക്കളുടെ ഒരു വിഷയമായിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം ഇവർക്ക് ഉമ്മയില്ല. ഇവരുടെ ഉപ്പ സംശയരോഗത്തിന്റെ മുകളില് ആ കൈജാത്താനെ മഴുകൊണ്ട് വെട്ടി കൊലപ്പെടുത്തിയതാണ്. ഇപ്പോ ഉപ്പ ഉള്ളത് ജയിലിലാണ്. ഈ മക്കൾക്ക് ഇതാണ് ഇവരുടെ വീട്. ഈ വീട്ടിലാണ് ഈ മക്കള് ഓരോ കാര്യങ്ങൾക്ക് ഇവർക്ക് എവിടെ പോകണം, എന്ത് ചെയ്യണം എന്ന് പോലും അറിയാത്തൊരവസ്ഥയില് ഈ നാട്ടിലുള്ള ആളുകളുടെ, ഇവിടെയുള്ള കമ്മിറ്റിക്കാരുടെയും എന്റെ കൂടെ ഈ 8ാം വാർഡിന്റെ മെമ്പർ, അതേപോലെ ഇവിടുത്തെ ഒക്കെ കമ്മിറ്റി അംഗങ്ങളും ഈ നാട്ടിലത്തെ എല്ലാ ആളുകളും അത്രയും ദയനീയമാണ് ഈ കുടുംബത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞ കാരണം കൊണ്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. ഈ മക്കളില് 7 മക്കളാണ് കൈജാത്താക്ക്. അതിലൊരു മോളുടെ കല്യാണം കഴിഞ്ഞു. ബാക്കി 6 മക്കളാണ്, 3 പെണ്ണും 3 ആണും. ഈ മക്കൾക്ക് കേറി കിടക്കാനോ സ്വന്തമായിട്ട് ഇവർക്ക് സ്ഥലവും വീടും ഉണ്ട്. ഇതാണ് ഈ വീടിന്റെ അവസ്ഥ. പൊളിഞ്ഞു കിടക്കുകയാണ്. പക്ഷെ ഈ വീട്ടില് ഓൾറെഡി ഇത് ഇവരുടെ ഉപ്പാക്കും അവകാശപ്പെട്ടാണ്. പക്ഷെ ഉപ്പാന്റെ ഈ സ്വഭാവം കാരണം കൊണ്ട്, സംശയരോഗവും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ ഉള്ള കാരണം കൊണ്ട് ഈ മക്കൾക്ക് എന്ത് ചെയ്യണം എന്ന് പോലും അറിയാത്ത ഒരു അവസ്ഥയിൽ ഇവിടുത്തെ കമ്മിറ്റിക്കാരും ഇവിടുത്തെ നാട്ടുകാരും ഒക്കെ കൂടിയിട്ട് ഈ മക്കൾക്ക് വേണ്ടി കുറെ പിരിവും കാര്യങ്ങളൊക്കെ നടത്തി 5 സെന്റ് സ്ഥലം ഇതിന് കുറച്ചപ്പുറത്തായിട്ട് ഇവര് മേടിച്ചിട്ടുണ്ട്, പല രീതിക്കും കളക്ട് ചെയ്തിട്ട്. പക്ഷെ അതിലൊരു വീട് കാര്യങ്ങൾ എന്തെങ്കിലും ഒരു ഷെഡ് പോലെയെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു നിവൃത്തി ഇല്ലാത്ത കാരണം കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോയിൽ നമ്മൾ വന്നിരിക്കുന്നത്. ഈ വീഡിയോ കാണുന്ന എല്ലാ ആളുകളും ഈ മക്കളെ ആലോചിച്ചുകൊണ്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം. ഇതിൽ ഈ കമ്മിറ്റിയുടെ അക്കൗണ്ട് നമ്പറും ഗൂഗിൾ പേയും ഫോൺ പേയും ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇവിടുത്തെ വാർഡ് മെമ്പറും നമ്മുടെ കൂടെ ഉണ്ട്. ബാക്കി കാര്യങ്ങൾ വാർഡ് മെമ്പർ നിങ്ങളോട് പറയും. ഇതാണ് അദ്ദേഹം പറഞ്ഞ കുട്ടികൾ. പാപ്പ ഇങ്ങനെ ഒരവസ്ഥയിൽ ജയിലിലാണ്. അതുപോലെ തന്നെ ഉമ്മാന്റെ മരണവും കാരണം ഇവരെ വീടുകൾ വളരെ ദയനീയമാണ്. അതുകൊണ്ട് ഇവരെ കണ്ട് നിങ്ങൾ കഴിയുന്ന എല്ലാ സഹായവും ഇവർക്ക് ചെയ്തു കൊടുക്കണമെന്ന് വാർഡ് മെമ്പർ എന്ന നിലക്ക് വിനീതമായി അപേക്ഷിക്കുകയാണ്. ഈ വീഡിയോ പരമാവധി എല്ലാ ആളുകളും ഷെയർ ചെയ്യണം. ഈ മോളെന്നെ പറയും, കാരണം ഇവർക്ക് ഒന്നും എന്താ പറയാ, നമുക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഈ മക്കളുടെ ഒരു അവസ്ഥ കണ്ടിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് ഉമ്മ ഇപ്പം ആരുമില്ല. ഞങ്ങൾക്കൊരു ഈ വീട് കാണാൻ എല്ലാവരും ഞങ്ങൾക്കൊരു വീടുണ്ടാക്കാൻ സഹായിക്കണം. പരമാവധി എല്ലാ ആളുകളും ഈ 6 മക്കളെ ആലോചിച്ചിട്ടുണ്ട്. ഈ മക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അപേക്ഷിക്കുകയാണ്. കൈവിടരുത്. ഈ മക്കൾക്ക് നമ്മളൊക്കെ തന്നെ ഉള്ളൂ. ഇവർക്ക് ഉമ്മയായിട്ടും ഉപ്പയായിട്ടും ഒക്കെ ഈ കാണുന്ന ആളുകളും ഈ കാണുന്ന നല്ലവരായ, ഈ വീഡിയോ കാണുന്ന നല്ലവരായ പ്രവാസികളും നല്ലവരായ ജനങ്ങളും നമ്മളൊക്കെ തന്നെ ഉള്ളൂ. എല്ലാ ആളുകളും ഈ മക്കൾക്ക് വേണ്ടിയിട്ട് ഇവര് ഈ കൊടുക്കുന്ന അക്കൗണ്ട് നമ്പറിൽ നിങ്ങൾ സഹായിക്കണം. പരമാവധി എല്ലാ ആളുകളും ഈ വീഡിയോ ഷെയർ ചെയ്യാനും നിങ്ങളെ കൊണ്ട് കഴിയാവുന്ന ഒരു 100 രൂപയെങ്കിൽ 100 രൂപ ഈ മക്കളെ ആലോചിച്ചുകൊണ്ട് ചെയ്തു കൊടുക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും.